ഹായ് ഹലോ. അപ്പം നമ്മളൊരു വഴുതനങ്ങ കറി വെക്കുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വഴുതനങ്ങ കറി എന്ന് വെച്ചാൽ മെഴുക്കുവരട്ടി പിന്നെ വഴുതനങ്ങ കുറച്ചെടുത്ത് പൊരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ. ഇതിൽ കുറച്ച് കട്ട് ചെയ്ത് പൊരിക്കാനായിട്ട് മാറ്റി വെക്കണം. പിന്നീട് മെഴുക്കുവരട്ടിക്കായിട്ടും എടുക്കണം. അപ്പോൾ ഈ മുറത്തിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് വാഴക്കൂമ്പ് അരിഞ്ഞതിൻ്റേതാണ്. വാഴക്കൂമ്പ് ഞാൻ അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് വഴുതനങ്ങ എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടത്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പലരും സൂം ചെയ്ത് നോക്കിയിട്ട് പറയും, നോക്കൂ ഉത്തരയ്ക്ക് വൃത്തിയില്ല, ഉത്തരയുടെ മുറം നിറച്ച് വൃത്തിയില്ലാതിരിക്കുന്നു എന്ന്. ഇതേ കണ്ടില്ലേ, വാഴക്കൂമ്പ് അരിഞ്ഞതാണ്. അപ്പോൾ ഈ വഴുതനങ്ങൂടെ അരിഞ്ഞ് വെച്ചതിന് ശേഷം മുറം കഴുകി ക്ലീൻ ചെയ്ത് തൂക്കിയിട്ടേക്കും. അതാ ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനത് അരിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് നമ്മൾ വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിരിക്കുന്നത്. വളരെ കട്ടി കുറവാണ് എന്നല്ല, ശകലം കട്ടിയൊക്കെ ഉണ്ട്, ഒരുപാട് കട്ടി വേണ്ട. അപ്പോൾ ദേ കണ്ടില്ലേ, ഓരോ പീസുകളും ദേ ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് ദേ ഞാൻ കുറച്ച് തുരന്നെടുത്തതാണ്. നല്ല വിളഞ്ഞതായിരുന്നു. ഈ 1-2 എണ്ണം നന്നായിട്ട് വിളഞ്ഞതായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഞാൻ വിത്ത് ഇങ്ങ് തുരന്നെടുത്തു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്, വിത്തില്ലാണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത്, ഞാൻ വിത്തൊക്കെ തുരന്നെടുത്തതാണേ. പലർക്കും ഡൗട്ട് ഉണ്ടാവും പച്ച വിത്ത് മുളച്ച് വരുമെന്ന്. വഴുതനങ്ങ നന്നായിട്ട് വിളഞ്ഞതാണെങ്കിൽ അതിൻ്റെ വിത്ത് നട്ടാൽ മുളച്ച് വരും കേട്ടോ. ഇതേ കണ്ടില്ലേ, ഞാൻ വിത്ത് തുറന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നട്ടാൽ പിടിക്കും. പച്ചയോടുകൂടി ഇട്ട് നട്ടാലും പിടിക്കും. ഇത് ജസ്റ്റ് ഉണക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പൊരിക്കാനായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതായതുകൊണ്ട് ഇനി നമുക്കിതിനകത്ത് കുറച്ച് മസാല പുരട്ടിയിട്ട് വരാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാനായിട്ടൊരു പാത്രം എടുക്കാം. പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശത്തിനും ഇടുന്നതാണ് കേട്ടോ. ഒരു സ്വല്പ പൂല മാത്രം ഉലുവാപ്പൊടി തോനെയായ കഴിക്കും, അതുകൊണ്ട് കുറച്ച് മതി. പിന്നീട് ഇടേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി ഒരു ലേശം കൂടി ഇടാം. മുളക് പൊടി, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാം. ഇത് കുറച്ച് പെരിഞ്ജീരകപ്പൊടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാവേ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ദേ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിനുള്ളിൽ വിരകിയെടുക്കണം. ഈ വെളുത്തുള്ളി ചതച്ചതുകൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് വഴുതനങ്ങ ഓരോന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ എല്ലാ വഴുതനയും നമ്മളിങ്ങനെ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചു. വഴുതനങ്ങ പൊരിച്ചെടുക്കാനുള്ള പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു തവ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മളിതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊരിക്കാനുള്ള വഴുതനങ്ങ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ മെഴുമെഴുത്ത ഭാഗത്ത് അരപ്പങ്ങനെ പിടിക്കത്തില്ല. ഞാൻ പിന്നെ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ഭാഗത്തേ പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് മറുവശം നമ്മൾ മീൻ പൊരിക്കുമ്പോൾ തിരിച്ചിടുന്നതൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം. മൊരിഞ്ഞ് വന്നിട്ടില്ല, കുറേശ്ശെ മൊരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കിത് പെല്ലെ മറുവശം ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ദേ നമ്മളിതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. മറ്റേ വശം കൂടി ഒന്ന് ആയി കിട്ടാനുണ്ട്. പക്ഷേ കുറച്ചൊന്ന് സെൻറ്റർ ഭാഗത്ത് കിടന്നതൊക്കെ കുറച്ചൊന്ന് കരിഞ്ഞു പോയി. അപ്പോൾ വഴുതനങ്ങ പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന വഴുതനയെ നമുക്ക് ദേ ഇതുപോലെ പൊരിച്ചെടുക്കാം.
ആദ്യം പൊരിച്ചത് കുറച്ച് കരിഞ്ഞു പോയതുകൊണ്ട് രണ്ടാമത്തത് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഇതാക്കിയത്. ഇതേ കണ്ടില്ലേ, നന്നായിട്ട് ഇതേ വീർത്ത് വന്നിട്ടുണ്ട്. അയ്യോ കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഈ കറിവേപ്പില കൂടി ഊരിയിടാം, അപ്പോൾ നല്ല മണം ഉണ്ടാവും. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് മൊരിയട്ടെ. അപ്പോൾ ഇതേ വീണ്ടും മറിച്ചും തിരിച്ചും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ശകലം കൂടി ഒന്നായി വരണം. നേരത്തെ കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ, പക്ഷേ ഇത് നമുക്ക് ഇതുവരെ നല്ല പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. തീ ഒരുപാട് കൂടുതലാണ്, കുറച്ച് തീയും കൂടി ഒന്ന് കുറച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതേ തീയെല്ലാം പിരിച്ചിട്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ നന്നായിട്ട് വഴുതനങ്ങ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കമ്പൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആരും അന്തം വിട്ട് പോകണ്ട. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വിറകൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പരിപാടി കേട്ടോ അത്. അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ട കൊതിയാവും എന്ന് മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ സാധാരണയായിട്ട് മെഴുക്കുവരട്ടിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്, കുറുമ, മെഴുക്കുവരട്ടി ഇതൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടി ഉണ്ടാക്കണം. മിക്ക ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും, പക്ഷേ എണ്ണ കുറച്ചധികം ആവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.